ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ടോപ്പ് ഡൗൺ അനാലിസിസ്, അതായത് എന്താണ് ടോപ്പ് ഡൗൺ അനാലിസിസ്. ഈ ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് മാർക്കറ്റിൽ വന്നതിന് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാം, ഈ ടോപ്പ് ഡൗൺ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, സിമ്പിളായിട്ട് പഠിക്കാം. നമുക്ക് ഇനീഷ്യലി നമ്മൾ എടുത്തുള്ളത് ഗോൾഡാണ്. ഗോൾഡിൻ്റെ 1 day ടൈം ഫ്രെയിം എടുത്തുള്ളത്. നമ്മൾ ഈ ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ വേണ്ടത്, ടോപ്പ്, അതായത് ഹയർ ടൈം ഫ്രെയിം. ഡൗൺ എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ഡൗൺ ചെയ്ത് ലോ ടൈം ഫ്രെയിമിൽ വരിക. എന്നിട്ട് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മുടെ സെറ്റപ്പ് ഫൈൻഡ് ചെയ്യണം. അതായത് മാർക്കറ്റ് ഡയറക്ഷൻ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഫൈൻഡ് ചെയ്തിട്ട് അതിനെ ഡൗൺ ചെയ്ത് എല്ലാ ടൈം ഫ്രെയിമും അലൈൻ ആവുന്നുണ്ടോ നോക്കണം. എല്ലാ ടൈം ഫ്രെയിമും അലൈൻ ആയിട്ട് നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ നമ്മൾ എൻട്രി എടുക്കണം. അല്ലാണ്ട് ഈ ലോ ടൈം ഫ്രെയിമിൽ ചെറിയൊരു ഷിഫ്റ്റ് വന്ന ഉടനെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൻ്റെ എഗെയിനിസ്റ്റ് ആയിട്ട് നമ്മൾ എൻട്രി എടുക്കാൻ പറ്റില്ല. അതിന് ഈ ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് നമ്മളെ സഹായിക്കും. ഓക്കെ, നമ്മൾ എടുത്തുള്ളത് 1 day ടൈം ഫ്രെയിമാണ്. 1 day ടൈം ഫ്രെയിമിൽ എന്തുകൊണ്ടാണ് നമ്മൾ 1 day ടൈം ഫ്രെയിം എടുക്കുന്നത്? P1 ഡെയിലി ബയസ്. കാരണം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, മാർക്കറ്റിൻ്റെ ആ ഒരു 1 day എക്സ്പാൻഷൻ എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവണം. എന്നാലാണ് നമുക്ക് ആ ഒരു മാർക്കറ്റ് ഡെയിലി എങ്ങോട്ടായിരിക്കും, ഡെയിലി ക്യാൻഡിൽ എങ്ങോട്ടാണ് പോകുക എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് നമുക്കൊരു പുഷ് മാർക്കറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഈ ഒരു പുഷ് 1 directionൽ മാത്രമാണ് ആ പുഷ് സംഭവിച്ചിട്ടുള്ളത്. മാർക്കറ്റ് ഇതിനെ റിട്രേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഡേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗണിക്ക് ചെറുതായിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 day ഒരു FEG ഉണ്ട്. അപ്പോൾ ഈ ഒരു FEG വരെ മാർക്കറ്റ് വരുന്നതായിരിക്കും നമ്മുടെ ഇനീഷ്യൽ ഒബ്ജക്റ്റീവ്. ഈ 1 day ടൈം ഫ്രെയിമിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഈ ഒരു FEG മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഡൗണിലോട്ടാണ് വരിക. കാരണം എന്താ, മാർക്കറ്റിൽ അവിടെ ഒരു FEG ഉണ്ട്. മാർക്കറ്റ് ആ ഒരു മിനിമം ആ ഒരു FEG വരെയെങ്കിലും മാർക്കറ്റ് വിസിറ്റ് ചെയ്യണം. ആ ഒരു FEG ടാപ്പ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൽ ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ള കാര്യങ്ങളെല്ലാം നടക്കുക. ഓക്കെ, ആൻഡ് നമുക്ക് 1 day ടൈം ഫ്രെയിമിൻ്റെ താഴെയുള്ള ടൈം ഫ്രെയിം, അതായത് 4 hour ടൈം ഫ്രെയിം. 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ അനലൈസ് ചെയ്യണം. 1 day ടൈം ഫ്രെയിമിൽ നമുക്ക് വ്യൂ മനസ്സിലായി. 1 day ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഡൗണിക്കാണെന്ന് മനസ്സിലായി. കാരണം എന്താ, മാർക്കറ്റിൽ അവിടെ ഡൗണിൽ ഒരു FEG ഉണ്ട്. ആ ഒരു FEG മാർക്കറ്റ് വരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് 1 day ടൈം ഫ്രെയിം ഡൗണിലാണെന്ന് മനസ്സിലായി. എന്നിട്ട് നമുക്ക് 4 hour നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 hourൽ ഇവിടെ ഒരു ഷിഫ്റ്റ് നമുക്ക് സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ട് എന്തായാലും മാർക്കറ്റ് ഈ ഒരു FEGൻ്റെ ഉള്ളിൽ റിട്രേസ് ചെയ്ത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്താ വേണ്ടത്, ഈ ഒരു FEGൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ മാർക്കറ്റ് ഡൗണിലോട്ട് പുഷ് വന്നു, ട്രേസ് ചെയ്ത് FEG ടാപ്പ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയി ഡൗണിലോട്ടാണ് വരാൻ പ്രോബബിലിറ്റി ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമുക്ക് വേണ്ട ടൈം ഫ്രെയിമാണ് 1 hour ടൈം ഫ്രെയിം. 1 hour ടൈം ഫ്രെയിമിൽ എടുത്താലും ഈ ഒരു 4 hourൻ്റെ FEGൻ്റെ ഉള്ളിൽ തന്നെ ഇൻസൈഡിൽ ഒരു 1 hourൻ്റെ ഒരു FEGയും കൂടി ഉണ്ട്. എന്നിട്ട് മാർക്കറ്റ് ആ ഒരു FEGയിലോട്ടും കൂടി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത നമുക്ക് വേണ്ടത്, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, 1 hour ടൈം ഫ്രെയിമിലും ബിയറിഷാണ്, 4 hour ടൈം ഫ്രെയിമിലും ബിയറിഷാണ്, 1 day ടൈം ഫ്രെയിമിലും ബിയറിഷാണ്. ഹയർ 3 ടൈം ഫ്രെയിമിലും മാർക്കറ്റ് ബിയറിഷിലോട്ടാണെന്ന് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, എന്താ നമുക്ക് വേണ്ടതാണ് 50 minute ടൈം ഫ്രെയിം. 50 minute ടൈം ഫ്രെയിമിൽ നമ്മൾ എൻട്രി എടുക്കാൻ പോണത് ഈ ന്യൂ ഇയർ സെക്ഷനിലാണ്. ന്യൂ ഇയർ സെക്ഷനിലെ ഒരു നമുക്ക് സ്പെസിഫിക് ടൈമാണ് 6 PM. ഈ 6 PM എന്ന് പറയുന്നത് അതായത് ന്യൂയോർക്കിലെ 8:30 AM. അതാണ് ഈ ഇവിടുത്തെ 6 PM എന്ന് പറയുന്നത്. അതാണ് ന്യൂ ഇയർ സെക്ഷൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ എടുക്കുക. ന്യൂ ഇയർ സെക്ഷൻ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ടല്ല, അതിന് ഒരു സ്പെസിഫിക് ടൈം ഉണ്ട്. നമ്മൾ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുന്നത് 6 PMൻ്റെ ക്യാൻഡിലാണ്. ആ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 6 PMൻ്റെ ക്യാൻഡിലാണ്. പക്ഷേ ന്യൂ ഇയർ സൂക്ഷിച്ച് വെക്കണം, ന്യൂ ഇയർ സെക്ഷൻ്റെ ഓപ്പണിംഗ് ടൈം അല്ല, നമുക്കൊരു സ്പെസിഫിക് ടൈം വേണം. അതായത് ന്യൂയോർക്കിലെ 8:30 AM. അതാണ് ഇവിടുത്തെ 6 PM. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഈ ഒരു 50 minute ക്യാൻഡിൽ 6 PMൻ്റെ ക്യാൻഡിൽ തുടങ്ങുമ്പോൾ നമുക്ക് അതായിരിക്കണം നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പ്രൈസ് നമ്മൾ ഓപ്പണിംഗ് പ്രൈസ് മാർക്ക് ചെയ്തിട്ടു 50 minute. എന്താ നമുക്ക് അടുത്ത നെക്സ്റ്റ് എന്താ വേണ്ടത്, നമ്മൾ ന്യൂ ഇയർ സെക്ഷനിൽ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ന്യൂ ഇയർ സെക്ഷനിൽ എൻട്രി എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി മുകളിൽ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ആഫ്റ്റർ ഈ ഓപ്പണിംഗ് പ്രൈസിന് ശേഷം മാർക്കറ്റ് ഒന്ന് പ്രീവിയസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് എൻട്രി നമ്മൾ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചിട്ടുണ്ടോ? ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചിട്ടുണ്ട്. 50 minute ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഹൈ ആയിട്ട് സ്വീപ്പ് ചെയ്തിട്ടില്ല, പക്ഷേ മാർക്കറ്റ് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റ് ആ ഒരു ഹൈൻ്റെ മേലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്.
ആ ഹൈൻ്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, ആ ഒരു സ്വിങ് ഹൈൻ്റെ മേലോട്ട് മാർക്കറ്റ് പോയി. അപ്പോൾ മാർക്കറ്റ് ഈസ് ഓൺ പ്രീമിയം. അത് നമുക്ക് മനസ്സിലായി, മാർക്കറ്റ് പ്രീമിയം ആണ്. അപ്പോൾ മാർക്കറ്റ് ഡിസ്കൗണ്ടിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ സ്വീപ്പ് ചെയ്ത ഉടനെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? നോ. അങ്ങനെ സ്വീപ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എൻട്രി എടുക്കില്ല. അതിന് നമുക്ക് വേണ്ടത് വി വാണ്ട് കൺഫർമേഷൻ. നമുക്ക് കൺഫർമേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ. കാരണം 50 മിനിറ്റിൽ എൻട്രി എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്റ്റോപ്പ് ലോസസ് വരും. അത് വലിയ സ്റ്റോപ്പ് ലോസസ് നമ്മൾ റിസ്ക് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ നമ്മൾ ഇതിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. അതായത് 3 മിനിറ്റ് ടൈം ഫ്രെയിം. നമുക്ക് ഓപ്പണിംഗ് പ്രൈസും ഉണ്ട്, മാർക്കറ്റ് ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ഡൗണിലോട്ടല്ലേ എടുക്കേണ്ടത്. അപ്പോൾ ഡൗണിലോട്ട് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഡൗണിലോട്ട് എൻട്രി നമ്മൾ എങ്ങനെ എടുക്കുക? മാർക്കറ്റ് നമുക്ക് ഇനീഷ്യലി ഒരു ബിയറിഷ് MSS വേണം മാർക്കറ്റിൽ. അതായത് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിൻ്റെ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം, ഡിസ്പ്ലേസ്മെൻറ്റിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. അത് വെറുതെ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം ബ്രേക്ക് ചെയ്താൽ മതിയോ? പോരാ, വിത്ത് ആൻ FEG, ഒരു FEG ഉണ്ടാവണം അവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ. ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കി, ഈ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ FEG ഉണ്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ FEG ഉണ്ട്. ആൻഡ് അഗെയിൻ മാർക്കറ്റ് ഈ ഒരു FEG ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അഗെയിൻ ഈ ഒരു FEGയിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. ഈ ഒരു സ്വിങ് ഹൈൻ്റെ മേലെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ടത്, നമ്മൾ ടാർഗറ്റ് നമ്മൾ എവിടെ കൊണ്ട് വയ്ക്കും? നമ്മൾ വൺ ഡേ നമുക്ക് ഒരു FEG ഉണ്ട്. അപ്പോൾ വൺ ഡേയിൽ FEGയിലോട്ട് മാർക്കറ്റ് വരികയെന്ന് നമുക്ക് മനസ്സിലായി. വൺ ഡേയിൽ FEGയിലോട്ട് മാർക്കറ്റ് വരികയെന്ന് മനസ്സിലായി. ആൻഡ് ദെൻ മാർക്കറ്റ് എങ്ങനെയായിരിക്കും? വൺ ഡേയിൽ FEG ഫുള്ളായിട്ട് മാർക്കറ്റ് റീബാലൻസ് ചെയ്യുമോ? അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിൽ മാർക്കറ്റ് ഫുള്ളായിട്ട് റീബാലൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഫുള്ളായിട്ട് റീബാലൻസ് ചെയ്യണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? മാർക്കറ്റ് FEG ആണ്. മാർക്കറ്റ് ഈ ഒരു FEGന്ന് മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് റിവേഴ്സായി മേലോട്ട് പോകാം. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് ഈസ് റാൻഡം. ആ കാര്യം നമ്മളെപ്പോഴും ഓർത്ത് വെക്കണം. അതുകൊണ്ട് നമുക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു ടാർഗറ്റ്, കറക്റ്റായിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കണം നമ്മുടെ എൻട്രി പോയിൻ്റ്, നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഹോപ്പ് ചെയ്തിട്ടൊരു എൻട്രിയിൽ നിന്ന് ഇവിടം വരെ എത്തുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് വെച്ചു, ആൻഡ് ദെൻ നമ്മൾ ടാർഗറ്റ് വെക്കാൻ പോണത് 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ലോ ഉണ്ട്. കാരണം ഈ ഒരു ബ്ലൂ ഈ ഒരു റെക്റ്റാങ്കിളാണ് നമ്മുടെ വൺ ഡേയിലെ FEG എന്ന് പറയുന്നത്. നമ്മൾ പ്രീവിയസ് ആയിട്ട് വൺ ഡേയിൽ FEG മാർക്ക് ചെയ്ത കളറ് അതാണ്. അപ്പോൾ ഇവിടത്തെ ഈ ഒരു പ്രീവിയസ് ഈ ഒരു FEG മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ ചെറുതായിട്ട് റിട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോ ഇവിടെ എന്തുണ്ടാവും? ഈ ഒരു ലോൻ്റെ അടിയിൽ മാർക്കറ്റിൽ എന്തുണ്ടാവും? ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാർക്കറ്റ് വരിക. അവിടെ ലിക്വിഡിറ്റി ഉണ്ട്, അവിടെ ഒരു വൺ ഡേയിൽ FEG ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയൊരു മാഗ്നറ്റ് വെച്ച പോലെയാണ്. ദാറ്റ് അട്രാക്ട്സ് മാർക്കറ്റ്. അത് മാർക്കറ്റിനെ അട്രാക്റ്റ് ചെയ്യും, ഡൗണിലോട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് വെച്ചു, മാർക്കറ്റ് ടാർഗറ്റിലോട്ട് ഹെവി ആയിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ആ വൺ ഡേയിൽ FEG വലിയൊരു FEG റീബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് നിങ്ങൾ വിചാരിക്കും ഇത്ര വലിയ മൂവ് നമുക്ക് മിസ്സായല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ചിലപ്പോൾ മേലെ കയറി പോയാലും പോകാം. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വൺ ഡേയിൽ FEG റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് വന്നിട്ടുള്ളതെന്ന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. കാരണം അതിലെങ്കിൽ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് റിവാർഡും അതിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ വ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ സംഭവിക്കില്ല. നമുക്ക് എപ്പോഴും നമ്മൾ സേഫ് ടാർഗറ്റാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഗുഡ് ടാർഗറ്റാണ്. കാരണം 1:3 സംതിങ് എത്ര ടാർഗറ്റ് ഉണ്ട് റിസ്ക് റിവാർഡ്. അതാണ് ഇങ്ങനെയുള്ള ടാർഗറ്റുകൾ നമ്മൾ ചൂസ് ചെയ്യണം. കാരണം നമുക്കൊരു ഹോപ്പ് ചെയ്തിട്ടിരിക്കാൻ പറ്റില്ല. വൺ ഡേയിൽ FEG ഫുള്ളായിട്ട് റീബാലൻസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഹോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ദാറ്റ്സ് ആൻ FEG. അവർ FEG ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ റിവേഴ്സ് ചെയ്ത് മേലേക്ക് പോകുക. അതൊരു പുഷ് അടുപ്പിച്ച് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലിക്വിഡിറ്റി വരെ ആയിരിക്കണം നമ്മൾക്ക് വ്യൂ ചെയ്യാൻ പറ്റുക. ഈ ഒരു ലിക്വിഡിറ്റിക്ക് ശേഷം മാർക്കറ്റ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അല്ലാണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ബ്രേക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇറക്കിയിട്ട് നമ്മുടെ പ്രീവിയസ് ടാർഗറ്റിൻ്റെ അവിടെ വെക്കാം. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിനെ ഫോർവേഡിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഹോൾഡ് ചെയ്ത് ട്രിഗർ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾക്ക് ഡൗണിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒരു ലോങ് ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിനെ സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അത്
ഈ ട്രേഡിങ്ങിൻ്റെ ഒരു രീതിയല്ല. ട്രേഡിങ്ങിൻ്റെ ഒരു രീതിയല്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സൈക്കോളജിനെ എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ ഡിസിപ്ലിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനത്തെയാണ്. നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ലിക്വിഡിറ്റി ആൻഡ് പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ, ഇത് രണ്ടും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആവാം. കാരണം നമുക്ക് അവിടെ എക്സിറ്റ് ആയി നമ്മൾ. ആൻഡ് വാട്ട് എവർ ഹാപ്പൻസ് നെക്സ്റ്റ് ദാറ്റ് ഡസ് മാറ്റർ ടു അസ്. അത്രേ ഉള്ളൂ. ബാക്കി എന്ത് സംഭവിച്ചാലും നമുക്ക് അത് അറിയേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്ത വീഡിയോയിൽ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണോ? അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.